ഇതാണ് ഗൈസ് ആ സാധനം. ഈ പച്ച കിളിക്കൂടില്ലേ, ഇതാണ് സാധനം. ഇതാ നല്ല ഭംഗിയില്ല കാണാന്, നല്ല ക്യൂട്ട്. കൊള്ളാം. ഇത് പല ഷേപ്പിലുള്ള ഇതൊരു കിളിക്കൂട്, ഇതൊരു കിളിക്കൂട്, ഇത് ഹാർട്ട് ഷേപ്പുള്ള കിളിക്കൂട്. ഇതൊക്കെ ഇതല്ല വീട് പോലെ. അതൊരു വീട് പോലെ. ഇതിനൊക്കെ 300 rupees ആണ് ഗൈസ് എല്ലാത്തിനും. ഇതൊക്കെ കിളി വന്ന് കൂട് കൂട്ടോ ഇതില്? ഇല്ലല്ലേ? കിളിക്ക് വേണമെങ്കിൽ ഇരിക്കാം. ആ ഒരു രീതിയിൽ ഇത് 2 ഡോറുള്ള. ഇതിലൊരു ഫാമിലി. ഇതാണ് നമ്മള് നോർമൽ കുരുവിക്കൂടായിട്ട് കിട്ടുന്ന സാധനം. ആ ഇതില്ലേ, ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കാർഡ്ബോർഡ് ബോക്സ് ആണ്, അതിന്റെ മുകളിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര സ്റ്റിഫാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും പൊട്ടിപ്പോവേ 4 ടൈപ്പ് കിട്ടി. നല്ല അടിപൊളി കിളിക്കൂട് കിട്ടി. ഇത് ഇന്നലെ മുതലേ നമ്മൾ നോട്ടിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്, ഇന്ന് കിട്ടി. ഇനി പോവാ. അപ്പൊ നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിസർഗധാം സ്ഥലത്താണ്. ഇവിടെ കണ്ടോ ഫുൾ മുളങ്കാടുകൾ പോലെ. ഒരു പാലൊക്കെ ഉണ്ട് തുടക്കത്തിൽ തന്നെ. ഇനി എന്തൊക്കെയാണല്ലോ നമുക്ക് ജസ്റ്റ് അതിന്റെ കന്നഡയിലാണ് എഴുതി വെച്ചാൽ, അതുകൊണ്ട് ഒരു അക്ഷരം വായിച്ചാൽ മനസ്സിലാവില്ല. നമ്മള് പോയി തന്നെ മനസ്സിലാക്കാം. ഇത് പാർക്ക് പോലത്തെ ഒരു സ്ഥലം തോന്നുന്നു ഗൈസ്. കേറിയേക്കാ. ഇതിപ്പോ ഒരു തൂക്കുപാലത്തിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എൻട്രൻസ് തൂക്കുപാലത്തിലൂടെയാണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. പുഴയാണ്, ഞാൻ കാണിച്ചുതരാം. കാവേരി നദി. അപ്പൊ കാവേരി പുഴയല്ലേ, ഏതാ കടല? പിന്നെ നിങ്ങൾ തീരുമാനം എടുക്കണ്ടാക്ക്. കാവേരി നദിയായാലും പുഴയായാലും അടിയിൽ വെള്ളം. തൂക്കുപാലം നോക്കിയാ ഇപ്പുറത്തും ഇതിലൂടെ പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മരത്തിനുള്ള നോക്ക്. ആ പൊളിഞ്ഞ, എനിക്ക് പേടി അവിടെ. ആ പൊളിഞ്ഞ തൂക്കുപാലം നോക്ക്. ഇത് മരത്തിന്റെ തൂക്കുപാലാണ്. അത് പഴയ പൂർവികർ സഞ്ചരിച്ചോണ്ടിരുന്ന തൂക്കുപാലാണ്. എന്തെങ്കിലൊക്കെ പറയണ്ടേ? ഈ തന്നെ അതൊക്കെ ലിപ്സ്റ്റൊക്കെ കിട്ടുന്നു എന്റെ വരി. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ കുറച്ച് ഇരുട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. ഫുള്ള് മുളം കാടുകളാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന സ്ഥലം. അവിടെ ഇവിടുത്തെ കറക്റ്റ് റൂട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഏതൊക്കെ സൈഡിലേക്ക് എന്തൊക്കെയാ ഉള്ളത്. കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ ബേർഡ്സ് പാർക്ക് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ പാർക്ക്, അതായത് മറ്റേ ഇതില്ലേ പിന്നെ ഡീർ പാർക്ക് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ക്ലോസ്ഡ് ആണ് ഗൈസ്. നമുക്ക് എന്തായാലും നടന്നോക്കാം. ഈ മുളങ്കാട് കാണാൻ നല്ല രസമുണ്ടേ. എനിക്ക് തോന്നുന്നു ഈ മുളേന്റെ ഇത് ഇങ്ങനെ നിൽക്കുന്നോണ്ടാണ് നല്ല തണുപ്പ്. നേരത്തെ പൊതുവെ ഉള്ളിലുള്ള പുറത്തുള്ളതിനെക്കാട്ടും നമുക്ക് മാനിനൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ മുളങ്കാട്ടില് കാറ്റടിക്കുമ്പോഴല്ലേ സൗണ്ട് വരാന്ന് പറഞ്ഞു. ഓടക്കുവലിന്റെ സൗണ്ട് അങ്ങനെയല്ലേ ഒരു ഓടക്കുവൽ ഉണ്ടാക്കി. ഇവൻ പറയാണ് മാനിനെ കാണാൻ സൽമാനിന്. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കിഡ്സിന്റെ പ്ലേ ഏരിയ ആണ് ഗൈസ്. കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ വൈകുന്നേരം. എന്താണ് മരം വിഴിഞ്ഞ കടുവ. ഇവിടെ കുറച്ച് ആർട്ടൊക്കെ കാണാം ഗൈസ്. മരത്തിന്റെ മുകളില് പുലിയൊക്കെ ഉണ്ട്. ഗൈസ് നമ്മള് കുബേര സിനിമയിൽ ദിലീപ് പറയുന്നില്ലേ ഉമ്മത്താട്ട്, അതാട്ടോ ഇത്. അതായത് ഇത് കൊടവ ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസ്. അതിന്റെ ആ ഒരു സംഭവം, അത് സാരി കൊടുത്താണ്ടോ ഒരു വെറൈറ്റി രീതിയിൽ അതിന്റെ സ്കൾപ്ചർ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്താട്ടോ ഇവിടെ. നല്ല രസം. ഇത് കണ്ടോ ഫ്രണ്ടിലേക്ക് നല്ല അടിപൊളി കാട് പോലെ ഉണ്ട്. പക്ഷെ ദൂരം നിന്ന് ഇവിടെ നിന്നോ കിളികളെ ശബ്ദം കേൾക്കണം. എനിക്ക് തോന്നുന്നു മറ്റേ ബേർഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും കിളികള് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ബേർഡ് പാർക്ക് കൊറേ കിളികൾ ഒച്ചയുണ്ട്. നമുക്ക് കയറി വെക്കാം. ഇഗ്വാനന്റെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ല ജുൻകാക്ക് എടുക്കാം. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്കിപ്പം കുഴപ്പമില്ല. നമുക്ക് വേണ്ടിയല്ലേ? എനിക്ക് പേടിയാണ്. ഞാൻ പരിസരത്തെ പോലെ. ഗ്രേ കളർ പാരറ്റ് എന്തായിരുന്നു അതിന്റെ പേര്? എന്താടാ സംസാരിക്കുന്നേ അതിന് നല്ല അടക്കൊതുക്കുണ്ട് കേസ്. അടക്കൊതുക്കുണ്ട്, അതുപോലെ വിലയുണ്ട്. ഓ ഇത് ഏറ്റവും കിടിലായിട്ട് സംസാരിക്കുന്ന തത്ത ഇതാണ്.
ഗ്രേ പാരറ്റ് സമാനല്ലേ? മൂപ്പര് കുറച്ച് ടെററാണ് മനുഷ്യന്റെ ജീവൻ സംസാരിക്കാൻ പറ്റില്ല. അതെ ഇത് കന്നഡ പറ ಗೊತ್ತೋ എന്തെങ്കിലും ಹೊಟ್ಟೆ ತುಂಬಿದೆ ಹೊಟ್ಟೆ ತುಂಬಿದೆ ആകെ ഞങ്ങൾക്ക് അതേ മനസ്സിലായുള്ളൂ. അല്ല ഇന്നലെ ഫുഡ് കഴിച്ചിട്ടേ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞതാ. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഹോട്ടൽ തുമ്പിതേ. ഇതിന്റെ കാലിലൊക്കെ കണ്ടോ ഓരോ റിങ് പോലെ ഇട്ടിട്ടുണ്ട് എല്ലാ കാലിലും. ഇവിടെ അല്ല ഞാൻ വിചാരിച്ച അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ്. പക്ഷെ എല്ലാരും ഭയങ്കര ഇണക്കാ, ഭയങ്കര ഒച്ചിമിളിയാണ് കേട്ടോ. അതിന്റെ ശബ്ദം കേട്ടിട്ട് മനുഷ്യ ചെവി പോയി. ഇത് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നേ. ഇവിടെ ഓരോന്നിന്റെ ഫോട്ടോ ഹലോ മിസ്റ്റർ. പ്രൈസിംഗാ. അപ്പുറത്തുനിന്ന് വിളിക്കുന്ന സ്ഥലം വൈറ്റ് വൈറ്റ് പാരറ്റ് പൈസ ഹായ് കോഴി എടാ പോകുമ്പോ വിളിക്കുന്നത് നമുക്ക് ഒട്ടകപക്ഷിനെ കാണാം. ഇതിനെ വാങ്ങണം. ഇത്ര എണ്ണത്തിനെ തന്നെ വാങ്ങിട്ട് ഒരുപോലെ കൂട്ടിയിട്ടേക്കണം. അത് നമുക്ക് അപ്പുറത്ത് പല പല കളറുണ്ട്. അന്ന് ഒട്ടകത്തിനെ കാണാൻ പോയിട്ടുണ്ട്. ബാക്കി ഉണ്ടാവുമോ നോക്കിയിട്ട് വരാം. കൂടെ വരും കേട്ടോ. കൊറച്ച് വിട്ടുന്നോ ഷാമി ഇതാ ഓസ്ട്രിച്ചിനെ കാണാൻ പോയിട്ടുണ്ട്. ഷാമി കൊറച്ച് വിട്ടുന്നോട്ടാ. അല്ല അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഓ അതിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ? പക്ഷെ ആദ്യമായിട്ട് കാണുന്നില്ലേ? ഞാൻ ഇതിനെ കൊത്തിയെടുക്കാൻ പറ്റില്ലേ? പക്ഷെ നോക്കാം ഇതിന് നമുക്ക് വേണമെങ്കിൽ ഫീഡ് 70 ഉറുപ്പ്യ കൊടുത്താൽ. പക്ഷെ ധൈര്യമില്ല. തത്സമയം ഓസ്ട്രിച്ചിന്റെ കൂടെ മതി 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 മതി. ജുൻക്കാൻ നല്ല ധൈര്യത്തിലായിട്ട് അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു കൊത്ത് കിട്ടിയാ കഴിഞ്ഞു. ജുൻകാ എന്റെ അടുത്തേക്ക് വരുന്ന ജുൻകാ 5 ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ ബേർഡ്സ് വരും. അഞ്ജുവിന് ഇഷ്ടായി. അഞ്ജു ഇഷ്ടായോ? വന്ന് പെട്ടെന്ന് പേടിച്ച് സല്ല് എങ്ങനെയുണ്ട്? അടിപൊളി. അടുത്ത നമ്മളാണ് ഗൈസ്. ഇതൊക്കെ എന്തെങ്കിലും മരുത്തോമല പിടിച്ചിരിക്കണ മാതിരി. അടുപ്പിച്ച് പിടിക്കുക. ഓ ജൂന് വന്ന് നിന്നപ്പോ തന്നെ ജൂനിന് പൊതിഞ്ഞു ഗൈസ്. ഒരാൾ ഇവിടെ ഉണ്ട്. എന്റെ മാല കടിച്ചുകൊണ്ടുള്ള പണിയാണെന്ന് തോന്നുന്നു. ഫുഡ് സ്ട്രൈറ്റ് പിടിക്കണം. നഖം തട്ടുമ്പോൾ ആ ഒരു മാത്രമല്ലേ? അടുത്തത് ഷാമിയാണ് ഗൈസ്. പേടിയുണ്ട്. അത് ആദ്യം നഖം തട്ടുന്ന ഒരു ചെറിയൊരു ഇതേ ഉണ്ടാവും. വേറെ ഒന്നുമില്ല. ഒന്നാക്കൂല. ഒന്നാക്കൂല.
എനിക്ക് നല്ല വേദനയുണ്ട്. ആ ഓക്കെ ടേക്ക് കൈ പേടിന്ന് പറയാൻ എനിക്ക് ഭൂലോക പേടിയാണ്. നോക്കാം ട്രൈ ചെയ്യണം. കണ്ണുറന്നില്ല കാണണ്ടേ അത്. അത് വീഡിയോയിലുണ്ട്, നോക്കി കണ്ടോ. ശ്രീ കമോൺ കരയാതെ. നോക്ക് അതിനെ സൈഡിലോട്ട് നോക്ക്. കണ്ടിട്ടില്ല എന്റെ കയ്യിലിരിക്കും തോന്നുന്നു. ഷാമിയ ഒന്ന് റീലെടുക്കട്ടെ. ഇല്ല ഇല്ല, വളരെ കാമായിട്ടിരുന്ന കൊറേ നേരം ഇരിക്കും. ഇഷ്ടായോ? അതിനോട് നല്ലോണം നോക്കി നോക്ക്. എല്ലാരും കൂടി അങ്ങോട്ട് സല്ല് പറഞ്ഞ പോലെ സൽമാൻ അല്ലാതെ ഒറിജിനൽ മാൻ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. അതാട്ടോ അവിടെ ഫുള്ള് മാനാട്ടോ. അതിന്റെ ഉള്ളില് നല്ല രസമുണ്ട്. ഒരുപാട് മാനുണ്ട്. ആ കൊമ്പുള്ളത് ആൺമാനും മറ്റേത് പെണ്ണുമാണ് കേട്ടോ. അതിന് ആധികാരികതയൊന്നുമില്ല. അങ്ങനെയാണോ? അല്ല അമലേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുണ്ടോ വലുതാണോ, നല്ല പുള്ളിമാനൊക്കെ എല്ലാം പുള്ളിമാനാ. ആ മാനുണ്ടോ കൊമ്പ് വരുന്നുള്ളൂ. കുട്ടി അതോ നടുവില് ഇതിന്റെ കൊമ്പ് അതാ വളർന്നു വരുന്നേ ഉള്ളൂ. ഗൈസ് അങ്ങോട്ട് കൊടും കാണാണ്. ഇവിടെ നോക്കിയിട്ട് ഭയങ്കര ഇരുട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോവാൻ പേടിയായി പോയി. അതിനോട് ഇപ്പൊ തന്നെ നമുക്ക് പോവാം. എന്നിട്ട് അവിടെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. എന്താണ് കച്ചറ? ഒന്നില്ല, അത് പാട്ട് കഴിയതാ. ഇങ്ങനെ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് കാട്ടിൽ ചെയ്യുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ ഫുള്ള് ഇരുടാട്ടോ. അവിടെയൊക്കെ അപ്പുറത്തൊക്കെ നല്ല വെളിച്ചുണ്ട്. ഇപ്പൊ സമയം 5:45, പക്ഷെ ഇതിന്റെ ഉള്ളിലൊരു ആകാശത്തിന് ആ വെളിച്ചം കൂടെ എത്തുന്നില്ല. നിഗൂഢത ഗൈസ്. ഉള്ളിലേക്ക് ഒന്നും കൂടെ പോയി വേണ്ട, നമുക്ക് ഈ നിഗൂഢത പുറത്തിറങ്ങാം. എനിക്ക് വാ നോക്കി നോക്കാം. ഇത് ഇവിടുത്തെ റിവറാണ്. ഇതുണ്ടോ കാവേരി നദിയാണ്. നല്ല രസമുണ്ട് കണ്ടോ. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ലിപ്പ് അവയെ നോക്കി ഇറങ്ങണേ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കാരണം നല്ല ഒലിച്ചിറങ്ങുന്ന ശബ്ദമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നില്ല. കുറെ കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നില്ല. അങ്ങോട്ട് നോക്കിയേ, ഉള്ളോട്ട് പോകുമ്പോ എന്ത് ഭംഗിയാ കാണാനെന്ന്. ഇവിടെ ഭയങ്കര ആൾക്കാരുണ്ട്, പക്ഷെ അവിടേക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഈ പുഴേന്റെ സൗണ്ടും ആ കാടിന്റെ ഒരു ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. തീരാത്ത ഷോപ്പിംഗ് ഗൈസ്. ഇന്നലെ ഞങ്ങൾ ഒരു റൗണ്ട് നടന്നിട്ടുള്ളൂ ഈ സ്ഥലത്ത് കൂടെ. ഇന്ന് വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാണ്ടായിരുന്നു. കുറച്ച് ക്യാബ് വാങ്ങി. അപ്പൊ അതിന് വേണ്ടി വന്നാണ് ഗൈസ് ഞങ്ങളിവിടെ. കിട്ടിയോ? കിട്ടിയില്ല. വെറൈറ്റി ടോപ്പ് കേട്ടോ. ഇങ്ങനെ നെറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇന്നലെ ഇടുന്നൊരു ടൈപ്പാണ്. വവ്വാല് പോലത്തെ ഡ്രസ്സ്. ഇതിന്റെ കളർ ചേഞ്ച്. ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് അതേപോലത്തെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഞാൻ എടുത്തു. ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് വാങ്ങാം. ട്വിൻസ് ആണ്. അപ്പൊ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഇല്ലേ വേറെ ഏതെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. സെയിം കളറില്ല. 3 years ആണ്. 3 years. ഇതും 3 years. എല്ലാവരും പാന്റ് യൂസ് ചെയ്യും. ഷർട്ട് അതിന് പാന്റ് യൂസ് ചെയ്യും. അല്ലേ ഇവർക്ക് പറ്റാൻ മതിയാവുള്ളത്. അത് മതി. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഇഷ്ടമുണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടമല്ല വേണ്ട, നിനക്ക് ഇഷ്ടം. ഓ എനിക്കിഷ്ടമായത് അങ്ങനെ മനസ്സിലായി. ഇത് രണ്ടും എടുക്കാം. ഇവരിവിടെ വേറൊരു വെറൈറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലെങ്ത് ഉള്ള ഇങ്ങനെ ശ്രദ്ധ പോലത്തെ സാധനം. ഇത് നമുക്ക് ലക്ഷദ്വീപ് പോയ സമയത്ത് കിട്ടാനായിരുന്നു. കറക്റ്റ് തീമായിരുന്നു അല്ലേ? രണ്ടാളും നടന്നിരുന്ന ടയർഡായി. എനിക്കിത് ശീലം അവരെ കൂടെ ഇങ്ങനെ തെണ്ടി നടന്നിട്ട്. ഷാമി കൂടെ തിരി.
രസമുണ്ടല്ലോ. എനിക്ക് വേണ്ട. ഇത് പിന്നെ രസമുണ്ടെന്ന് തോന്നുന്നു. ഇത് രസമുണ്ട്. രസമുണ്ട്. അഞ്ച് രസമുണ്ട്. ഈ ഷോപ്പിങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? ഇത് ഇന്നലെ ഒരു റൗണ്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് പക്ഷെ അനുഭവിച്ച പറ്റും. എല്ലായിടത്തും മടുത്താണ് വെറൈറ്റി വേണ്ടേ. എന്താ ചോക്ലേറ്റ്സും പിന്നെ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ജോനു, ഈ തീരാത്ത ഷോപ്പിങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? തീരാത്ത ഷോപ്പിന് ഒന്നും പറയാനടാ, കൈ കാലൊക്കെ ഇതെന്താ? ഇത് സ്പൈസസിന്റെ ബോക്സ് രസമുണ്ടല്ലേ? ഒരു ബോക്സ് വാങ്ങിക്കല്ലോ. ഇതിലെന്താ റേറ്റ് വരുന്നത്? 350. ഡ്രൈഡ് റോസ് ആണെന്ന് തോന്നുന്നത്. റോസ് പെറ്റൽസ് ആണ്, ഡ്രൈഡ് ഒന്നുമില്ല. ഞങ്ങൾ ഈ മാർക്കറ്റിന്റെ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കയറാൻ ഒരൊറ്റ കട പോലും ബാക്കിയില്ല. ഇവിടെ മൊത്തം കടയിലും പകുതി ഇന്നലെയും കയറി, ബാക്കി പകുതി ബാക്കി വെച്ചത് ഇന്നും കയറിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വരുന്നതാ. എങ്ങോട്ടൊന്നും ഇല്ലാതെ നടക്കാൻ ഇവിടെ ഫുള്ള് ഇന്നലെ ഇത് ഇവിടെ നമ്മൾ ഇവിടേക്ക് കയറിയതാണ്. പക്ഷെ എന്നാലും ഒന്നും കൂടെ ഒന്ന് കയറി. എല്ലാവരും കേരളത്തിൽ സ്കൂൾ കുട്ടികളാണ്. അതെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടു കഴിച്ചു. ഇപ്പൊ സ്കൂൾ ടൂറിന് വലിക്കല്ലേ, ഇപ്പൊ സ്കൂൾ ടൂറിന് ടൈമല്ലേ, അപ്പം ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. നല്ല കിടിലൻ ക്ലൈമറ്റ് ആയി വരുന്നുണ്ട്. തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കുറെ കൂടെ നടന്നു പോകുന്ന വഴികളിലുള്ള കടകളിൽ മാത്രം കയറാം. അല്ലാതെ കയറി കഴിഞ്ഞാൽ അവർ ഇനി കേരളം കടകൾ പുതിയ തുറക്കേണ്ടി വരും. അതല്ല, ഇന്നലെ 9:30 വരെ ഇതൊക്കെ ഒരു തണുപ്പാണോന്നാ പറഞ്ഞത്. 5 എല്ലാരും ഇന്നത്തെ തണുപ്പില്ല ഇന്ന്. അന്ന് തണുപ്പുണ്ട്. 10:30 11 മണി കൂടെ ആയപ്പോഴല്ലോ ബെഡ്ഷീറ്റ് പിടിച്ച് പൊതച്ച് വരേണ്ടി വന്നു. തൊപ്പെ കെട്ടി അഞ്ചു, ഈയാണ് ഇതിലെ മെയിൻ പുള്ളി. എല്ലാ കടയിലും സ്റ്റോപ്പ് ചെയ്യുന്ന ഈയാണ്. അല്ലല്ലോ, ഓളാ സ്റ്റോപ്പ് ചെയ്ത് ഷാമി കേട്ടോ. അതാ ഒരു ബാഗ് ഡ്രൈവർ എവിടെയാ? അതിന് പറ്റിയ ആലേട്ടനാ കൂടെ ഉള്ള. അതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, ഇതെടുത്തൂടെ? ഇതല്ലേ ഷാമി ഇന്നലെ കണ്ടുപോയത് നമ്മള്. ഷാമി ഇന്നലെ വീട്ടിൽ പോയിട്ട് അറിയണേ, ഇത്ര സാധനം വാങ്ങി, എനിക്കൊന്നും ഞാൻ വാങ്ങിയില്ലേ. ഓൾ ഓരോന്നിരുന്ന് എണ്ണയായിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ വാങ്ങി. നോക്ക് മാത്രം ഒന്നും വാങ്ങില്ല. ഞാൻ ആലോചിക്കുന്നത് ഉമ്മക്ക്, മമ്മിക്ക്, പിന്നെ മക്കൾക്ക് അങ്ങനൊക്കെ ആലോചിക്കുന്നത്. ഞാൻ വീട്ടില് ബാക്കി മറ്റേ തറവാട്ടിലും വീട്ടിന്റെ അപ്പുറത്തുള്ള എല്ലാ വീട്ടിലുള്ളവർക്ക് മൊത്തം ആ ഏരിയ ഞാൻ 4 ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നും വാങ്ങിയില്ല. കൊറേ കുട്ടികളുണ്ട്. അവന്റെ സ്പെക്സ് ഉണ്ടോ? ആ സ്പെക്സ് കാണിച്ചു കൊടുക്ക, എന്നിട്ട് കാണിച്ചു കൊടുക്ക സ്പെക്സ്. ആ സ്പെക്സ് തോത്തിന് ഒരു കുരങ്ങൻകുട്ടീനെ വാങ്ങിയതാ. ഞാൻ അവിടെ വെച്ച് നോക്കിയതാ കേട്ടോ. അവലെണ്ണ നല്ല രസല്ലേ. തോത്തുവിന് ആനനെ നോക്കുകയാണ് ഗൈസ്. ആന, ആനല്ലേ നല്ലേ? പൊളിച്ചിട്ടോ ആ, ഓൻ ആന ഏതാ? റെഡ് വേണോ? വേണ്ട, ഇത് ഇതെന്താ സംഭവം? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട്ണറെ ഇഷ്ടമുള്ള ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഹാർട്ട് ഫുള്ളാവും. ഇതുണ്ട്, ഇപ്പൊ ഇതുവരെ എത്തി. കൊണ്ടാ, ഞാൻ ആരെങ്കിലും വിചാരിച്ചിട്ടൊന്ന് പിടിക്കട്ടെ. ഒരു ഇൻറ്റർടൈൻ ഫുള്ള് പോട്ടെ. ട്രൈ ചെയ്യാൻ തോന്നുന്നു. കണ്ടോ കണ്ടോ കണ്ടോ? കാൽഭാഗമൊന്നല്ല, പൊട്ടിക്കോ? 1 മണിക്കൂർ വെച്ചിട്ട് എടാ അത് വിട്. ഇന്ത്യ ഫുള്ളായിട്ട് ഞാൻ ബാക്കി വെച്ചന്ന്. അങ്ങനെ കാണുമ്പോ ഇങ്ങനെ ചെറിയോണ്ടൊക്കെ രസാ. അല്ല മക്കളെ, ഷോപ്പിംഗ് കഴിഞ്ഞോ? ഷോപ്പിംഗ് കഴിഞ്ഞു. തൽക്കാലം കണ്ണടച്ച് കാറിലേക്ക് കൊണ്ടുപോവാ. അതെ അതെ, ബോയ്സിന് നീതി ലഭിക്കണം ഗൈസ്, ബോയ്സിന് നീതി ലഭിക്കണം. ഇന്നലെ എത്ര മണിക്കൂറാ ഗെയിം കളിച്ചിരുന്നേ? ഞങ്ങള് 1 മണിക്കൂർ. 1 മണിക്കൂറാ? ബാക്കി ആയിരിക്കാ?
1 മണിക്കൂർ കളിച്ചു. വെറുതെ പറയാണ്. ആ ഫോണ് ഇങ്ങോട്ടാ തിരിച്ച ക്യാമറ. ആ ഫോണ് തൊട്ടാല് എപ്പോഴാ നിലത്ത് വെക്കാന്നുള്ള തമ്പുരാനെ പറയാൻ പറ്റുള്ളൂ. 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ഗെയിം കളിച്ചിരിക്കും. അപ്പൊ കുറച്ചു നേരം ഷോപ്പിങ്ങിന് ഞങ്ങളെ കൂടെ നടക്കുന്നത്. കുറച്ചു നേരം അല്ലേ? അത്രയും 3 മണിക്കൂർ നിന്നാലും ഞങ്ങൾ നടത്തിച്ച്. ചിലപ്പോ ഉണ്ടാവും, സാരില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു കഫേ കണ്ട് ഗൈസ്. അവിടെ കയറാൻ വേണ്ടി പോവാട്ടോ. നല്ല വെളിച്ചൊക്കെ ഉള്ള സ്ഥലമാണ്. അത് ക്രിസ്മസ് ആയോണ്ടാന്ന് തോന്നുന്നു. ഫുള്ള് ലൈറ്റ് ഇതാക്കണ്ടോ. നിങ്ങളൊക്കെ ക്ഷീണിച്ചല്ലേ, കുറച്ച് കോഫി വാങ്ങി തരാം. എവിടെ പോയി കഴിഞ്ഞാലും ഞാനത് ഓർഡർ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് പാസ്ത ഞാൻ വാങ്ങണം, എനിക്കത് കിട്ടുന്നത്. ഇങ്ങോട്ട് ആരും വരണ്ട. ഞാനൊരു ഹാഫ് ബർഗർ കഴിച്ച് പഠിത്തം കഴിക്കാൻ പോകും. കിട്ടില്ല ബർഗർ, അടിപൊളി ബർഗർ. ഈ ഒന്നും ഓർഡർ ചെയ്തില്ല. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബാക്കിയുള്ളവർ ഓർഡർ ചെയ്ത 100,000 എടുത്ത് തിന്നും. ഞാൻ ചിക്കൻ ബോക്സ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് തിന്നില്ലേ? ഞാൻ ഒറ്റ ഒന്ന് ബാക്കി ഞാൻ വേറെ ആരും തന്നിട്ടില്ല. ആകെ അതിനൊരു 8-10 ഉള്ളൂ. ബാക്കി അതിൽ 6 വരെ തിന്നു. 6 വരെ തിന്നില്ല. ബാക്കിയുള്ള 4-5 ഞാൻ ഇന്നലെ പിന്നെ ഓർഡർ ചെയ്തില്ല. ഒന്നുകൂടെ ഓർഡർ ചെയ്തു. പാസ്ത വേണം, ബർഗർ വേണം, റാപ്പ് വേണം, എല്ലാം വേണം. ഞാൻ എന്താ പറയുക, വാങ്ങുന്ന സാധനം ഞാൻ ചിലപ്പോൾ ഫുള്ള് തിന്നൂല. അപ്പൊ ഇവരെന്തെങ്കിലും തിന്നും, ഇവരെ എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പൊ അതിന് ഞാൻ എടുത്ത് തിന്നു. പക്ഷെ പാസ്ത ഷാമി വാങ്ങുമ്പോ പാസ്ത എല്ലാം കൈയിട്ട് വരാൻ ഭയങ്കര പ്രത്യേക രസമാണ്. അങ്ങനെ അതുകൊണ്ട് അതിനെക്കൊണ്ടാ ഞങ്ങളെല്ലാം ആകെ ഒന്നിനെ സഹിച്ചാൽ മതി, ഇപ്പൊ 2 സഹിക്കണം. കിട്ടിലും പറഞ്ഞു ഭയങ്കര ഫ്രഷ് ഫീൽ, ഭയങ്കര ടേസ്റ്റ്. നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്ത് ടെൻഷൻ ആയിരുന്നു കേസ്. കാരണം ഇവിടുത്തെ ഫുഡുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കിട്ടില്ല ഒന്നും പറയാനില്ല. നേരത്തെ ബർഗർ അതേപോലെ തന്നെ ഗൈസ്. ഇല്ലില്ല, ഞാൻ ഇതിന്റെ പകുതി കഴിച്ച്. ചിക്കൻ ബോക്സ് രണ്ടാമത് വന്നിട്ടുണ്ട്. ചിക്കൻ ടോപ്സ്. അതെ, ഞാൻ ഫുള്ള് ഞാൻ കണ്ടിരുന്നു ഇവിടുന്ന് ഒരു പണ്ണിങ്ങനെ ഷാമിന്റെ പാസ്ത വന്ന് ഗൈസ്. അവിടെ അടിപിടിച്ചു കടിക്കുന്നു. എന്ത് സംഭവം റീലിന്റെ ഇടയിൽ കൂടി ഞാൻ പ്ലേറ്റിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഷാമി കൊണ്ടുപോ, പ്ലേറ്റിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. മെയിൻ പ്ലേറ്റ് 5 എടുത്തിട്ട് ശരി നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം ഗൈസ്. ഫുഡ് എങ്ങനെയുണ്ട് ഷാമി? നിങ്ങളതൊക്കെ നല്ലതിനു. പാസ്ത മാത്രം. പാസ്ത മാത്രം. അതാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പാസ്ത ഉണ്ടാക്കാൻ അറിയില്ല. ഒരു യൂട്യൂബൊക്കെ നോക്കി പാസ്ത ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നേരം കുറെ വൈകി. കുറച്ച് ഉപ്പ് കൂടി പോയി. ബാക്കിയെല്ലാം നല്ലതേനു കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. மடி மீது நீ தூங்கிடு இமை போல நான் காக்க கனவாய் நீ மாறிடு மயில் தோகை போலே விரலுன்னை வருடும் மனப்போகமாய் உரியாடல் நிகழும். മിഴിനീരും നീരാക ഇമത്താന കൂടാതട തുളിയാക நான் சேர்த்து கடலாத கண்ணானதே நினைக்காத நான் இல்லையே துளியாக ஒரு பாகம் பழியில்லையே. എണ്ണം കൂടെ 5ന്റെ തൊപ്പി എടുത്ത് എറിഞ്ഞ് കളിക്കാണ് ഇവിടെ. ഓക്ക് ഭ്രാന്താവുന്നവരുണ്ടാവും കേട്ടോ.
ഇവളടുത്ത് നല്ല അടി ഇട്ടു. അതെ ബാക്കി ജുനുവിനുണ്ട്. ഇവ മാത്രല്ല ഓനത് ഓടുന്നു. കൊട്ടെ നല്ല പുറമ്പോട്ടൊന്നും ഇപ്പൊ കിട്ടിയിട്ടേ ഉള്ളു. കിട്ടി കിട്ടിയാ ഒന്നിനും പറ്റില്ല. ഫുള്ള് നിലത്ത് നനഞ്ഞ് നന്നായി. അതിന്റെ ഓയില് ഓക്കെ. കൊട്ടെ അങ്ങനെ ഗൈസ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ട്രിപ്പ് ചെയ്തു. ഇപ്പം സമയം 1 മണിയായിട്ടോ. ഞങ്ങൾ ഇതുവരെ ഗെയിംസ് ഒക്കെ കളിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ട്രിപ്പ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇതെവിടെ തീരുകയാണ് ഗൈസ്. നാളെ രാവിലെ ഞങ്ങൾക്ക് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം. അതെ, സങ്കടമുണ്ട് ഗൈസ്. അതെ, സങ്കടമുണ്ട്. ഒരു ദിവസം കൂടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചന്റെ മുകളിൽ കഴിഞ്ഞു. അപ്പൊ എന്തായാലും തിരിച്ചു കയറണോ, അല്ലെ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇത് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ ടാറ്റാ.